നമ്മുടെ സ്വന്തം വൈദ്യുതി ബോർഡ് ഓരോ ദിവസവും പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുകയാണ്. വൈദ്യുതി വകുപ്പും ജീവനക്കാരും ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ മതിപ്പാണ്. മലയാളികൾ എപ്പോഴും ഊണിലും ഉറക്കത്തിലുമെല്ലാം പരസ്യമായിട്ടല്ലെങ്കിലും മനസ്സിലെങ്കിലും തെറി വിളിക്കുന്ന ഒരേ ഒരു വകുപ്പാണ് വൈദ്യുതി വകുപ്പ്. എത്ര പറഞ്ഞാലും എത്ര തല്ലിയാലും അമ്മാവാ ഞാൻ നന്നാവൂല എന്ന് പറയുന്നത് പോലെയാ വൈദ്യുതി വകുപ്പ് നന്നാവൂല, ഒരിക്കലും നന്നാവൂല. 1 രൂപയാണെങ്കിലും കൃത്യമായി കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ ഫ്യൂസ് ഊരാൻ ഇവർ കാട്ടുന്ന തിടുക്കം ഒരു പരാതി പറഞ്ഞാൽ പരിഹരിക്കാൻ കാണിക്കുന്നില്ല. കറണ്ട് പോയാൽ പരാതി പറയാൻ വിളിച്ചാൽ ഫോൺ എടുക്കത്തു പോലുമില്ല. സ്ഥിരമായി രാത്രിയിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ പലതവണ പരാതിപ്പെട്ടിട്ട് നടപടിയില്ലാതെ വന്നതോടെ കൊച്ചി പാലാരിവട്ടം വൈദ്യുതി ഓഫീസിൽ വ്യത്യസ്തമായ ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഒരു ദമ്പതികൾ നടത്തിയത്. രോഗിയായ ഭാര്യയുമൊത്താണ് പരമേശ്വരൻ രാത്രി വൈദ്യുതി ഓഫീസിലെത്തിയത്. കയ്യിലൊരു പായയും തലയിണയും കരുതിയിരുന്നു. രോഗിയായ ഭാര്യയുടെ കൈ പിടിച്ച് പരമേശ്വരൻ രാത്രിയിൽ വൈദ്യുതി ഓഫീസിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ അമ്പരന്നു. എന്താണ് പരമേശ്വരൻ്റെ ഉദ്ദേശമെന്ന് ആർക്കും ആദ്യം മനസ്സിലായില്ല. പായ നിലത്ത് വിരിച്ച് പരമേശ്വരൻ രോഗിയായ ഭാര്യയെ ചന്ദ്രകലയെ അവിടെ കിടത്തി. തൊട്ടടുത്ത് പരമേശ്വരനും കിടന്നു. അത് KSEBക്കെതിരായ പ്രതിഷേധത്തിൻ്റെ തുടക്കമായിരുന്നു. രാത്രിയായാൽ കറണ്ടില്ല, പരാതി പറഞ്ഞു മടുത്തു. അത്യുഷ്ണം സഹിക്കാനാകുന്നില്ല, പരാതി പറഞ്ഞു മടുത്തു. പലപ്പോഴും പരാതി പറയാൻ വിളിച്ചാൽ ഫോൺ കിട്ടാറില്ല. അതുകൊണ്ടാണ് പരമേശ്വരനും ഭാര്യയെയും വൈദ്യുതി ഓഫീസിലെത്തി കിടന്നുറങ്ങി പ്രതിഷേധിച്ചത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ തടയാൻ ശ്രമിച്ചെങ്കിലും പരമേശ്വരൻ പിന്മാറിയില്ല. വീട്ടിൽ കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല. ഇവിടെ കറണ്ടുള്ളപ്പോൾ ഹൃദ്രോഗിയായ എൻ്റെ ഭാര്യ ഇവിടെ കിടന്നുറങ്ങട്ടെ എന്നായിരുന്നു പരമേശ്വരൻ പറഞ്ഞത്. പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ബലപ്രയോഗത്തിലൂടെ ദമ്പതികളെ മാറ്റാൻ അവരും മുതിർന്നില്ല. കാരണം അവർക്കും കാര്യങ്ങളെല്ലാം അറിയാം. പരമേശ്വരനും ഭാര്യയ്ക്കും പിന്തുണയുമായി നാട്ടുകാരും എത്തിയതോടെ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം ഊർജിതമായി. ഒടുവിൽ പുലർച്ചെ 3 മണിയോടെ പാണേക്കര പ്രദേശത്തെ കറണ്ട് തടസ്സം പരിഹരിച്ചു. ഇതോടെയാണ് രോഗിയായ ഭാര്യയും കൂട്ടി പരമേശ്വരൻ വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ പരാതി ഏത് അർദ്ധരാത്രിയിലാണെങ്കിലും പരിഹരിക്കാൻ നമ്മുടെ ഏമാന്മാർക്ക് അറിയാൻ മേലഞ്ഞല്ല. പാണേക്കരയിലും പരിസര പ്രദേശത്തും 10 വർഷത്തിലേറെയായി തുടരുന്ന വൈദ്യുതി തടസ്സത്തിന് ഇതുവരെ ഒരു ശാശ്വത പരിഹാരം കാണാനായിട്ടില്ല. മണിമല റോഡിൽ നോർത്ത് ഭാഗങ്ങളിലെല്ലാം രാത്രി 9 മണിയാകുമ്പോൾ കറണ്ട് പോകും. പുലർച്ചയോടെ മാത്രമേ കറണ്ട് വരികയുള്ളൂ. പലതവണ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയെങ്കിലും വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ ഒഴിഞ്ഞു മാറുകയാണ് പതിവെന്ന് നാട്ടുകാർ പറയുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയതാണ്. ഒരു മറുപടിയുമില്ല. ഇനിയും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം.